രാജേന്ദ്രബാബുവിന്റെ ഭാര്യ വന്ദന എന്നല്ല പേര്? അതെ. ഞാൻ സേതുരാമയ്യർ, CBI എന്നാണ്. ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. അകത്തിരിക്ക സർ. ഇരിക്കണം സർ. സിനിമാ നടി അശ്വതി അറിയുമോ? അറിയും. എങ്ങനെ? ബാബുവിന്റെ സുഹൃത്തായിരുന്നു. ബാബു കുറെ കാലം മുമ്പ് സിനിമാ സംവിധായകനായിരുന്നു അല്ലേ? അതെ. നിങ്ങളോ? ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു. അന്നുള്ള പരിചയമാണോ അശ്വതിയുമായിട്ട്? ഉം. വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് അശ്വതിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. വന്ദനയുടെ ഭർത്താവ് രാജേന്ദ്രബാബുവിന്റെ മരണത്തെക്കുറിച്ചും വിവാദങ്ങളുണ്ട്. രണ്ടിലും മുൻ മന്ത്രി ഭാർഗവന്റെ കൈയുണ്ടെന്ന് പറയപ്പെടുന്നു. വന്ദനയുടെ അഭിപ്രായം എന്താണ്? ഉണ്ടായിരിക്കാം സർ. കാരണം? ബാബു തന്റെ നാടകങ്ങളിലൂടെ മന്ത്രി ഭാർഗവനെ എതിർത്തിരുന്നു. അതുകൊണ്ടാവാം. അതുപോലെ മാസികയിൽ അശ്വതി അയാളെക്കുറിച്ച് എഴുതുമോ എന്ന് ഭയന്നായിരിക്കാം. ഭാർഗവനെ കുറിച്ച് അശ്വതി എന്തെഴുതാനാ? ബാബുവിന്റെ തെരുവ് നാടകം, അതുകൊണ്ട് ഭാർഗവനുണ്ടായ വൈരാഗ്യം, തുടർന്നുള്ള ബാബുവിന്റെ മരണം, അശ്വതിയുടെ എതിർപ്പ്, അയാളുടെ രാജി, ഇതൊക്കെ ജനങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? അതേക്കുറിച്ച് പിന്നെ എന്തെഴുതാനാ? ബാബു ഭാർഗവനെ എതിർക്കാൻ കാരണം എന്താ? അയാൾ അഴിമതിക്കാരനായിരുന്നു. അഴിമതിക്കാര് വേറെയുമില്ലേ? അപ്പൊ ഭാർഗവനെ മാത്രം എതിർക്കാൻ കാരണം എന്താ? അത് അശ്വതി ആത്മഹത്യ ചെയ്തതാണെന്ന് വന്ദന കരുതുന്നുണ്ടോ? ഇല്ല. കൊലപാതകമാണെങ്കിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കണ്ടേ? വേണം. എങ്കിൽ വന്ദന ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. വന്ദന പറഞ്ഞതുപോലെ ഭാർഗവനെ കുറിച്ച് അശ്വതി എഴുതുമെന്നുള്ള ഭയം കൊണ്ടാണ് അത് ചെയ്തതെങ്കിൽ മുമ്പ് പറഞ്ഞ കാരണങ്ങൾ കൂടാതെ ഭാർഗവനെ കുറിച്ച് മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ കൂടി അശ്വതിക്ക് അറിയാമായിരുന്നിരിക്കണം. അശ്വതിക്ക് അറിയാമായിരുന്ന എന്തോ രഹസ്യം വന്ദനയ്ക്കും അറിയാം. പ്ലീസ് ടെൽ us. എനിക്കൊന്നും അറിഞ്ഞൂടാ സർ. അശ്വതി തന്നെ പരസ്യമാക്കാനിരുന്നതല്ലേ, പിന്നെ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞാലെന്താ? പറയൂ പറയൂ. പ്രതിയോട് കൂറുള്ള ഒരാളാണ് ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം. സ്വന്തം ഭർത്താവിന്റെയും അടുത്ത കൂട്ടുകാരുടെയും മരണത്തിനിടയാക്കിയ ആളെ അന്വേഷിച്ചിറങ്ങിയ ഞങ്ങളോട് എന്തിനായി ഒളിച്ചുകളി? എന്താ പറയാൻ ഭാവമില്ലേ? അതോ പ്രതിഭാഗത്തെ കൂറുമാറിയോ? സ്വന്തം അനുഭവങ്ങൾ അശ്വതിക്ക് തുറന്നു പറയാം. പക്ഷേ മരിച്ചുപോയ ഒരു സ്നേഹിതയെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ... മരിച്ച സ്നേഹിതയുടെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതിനേക്കാൾ വലുതാണോ സ്നേഹിതയെക്കുറിച്ചുള്ള സെന്റിമെന്റ്സും ഓർമ്മകളും? പറയൂ. പറയാം സർ. അശ്വതി സിനിമയിൽ വന്ന കാലം ഞങ്ങളൊരു ചിത്രത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനായി കുളത്തൂപ്പുഴ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയായിരുന്നു. ഒരു തോമസ് ആയിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ. ഡയറക്ടർ ബാബു. ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഒരു നിലവിളി ഞാൻ കേട്ടു. അശ്വതി, അശ്വതി, അശ്വതി. അശ്വതി, 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 അകത്ത് അശ്വതി. അവളെ... വന്ദന ഇങ്ങ് വന്നേ. വാ, ഇങ്ങ് വന്നേ. വാ പറയട്ടെ.
എന്തായി കാണിക്കുന്നത്? വിട്, വിടാനാ പറഞ്ഞത്. വിടാം. കൊണ്ടുപോടാ അവനെ. വിടാ. വിടാൻ. വിടാ. 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 എന്തായി കാണിക്കുന്നു? ആ ചിത്രത്തിന്റെ നിർമ്മാണം അതോടെ നിന്നു. അതിനുശേഷം കമേഴ്സ്യൽ സിനിമയിൽ പണ്ടേ താല്പര്യമില്ലാതിരുന്ന ബാബു കുറെ കാലം സിനിമയിൽ നിന്നും വിട്ടുനിന്നു. ആ ഇടയ്ക്കാണ് ഭാർഗവൻ ആഭ്യന്തരമന്ത്രിയായത്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന ബാബു പാർട്ടിക്ക് വേണ്ടി ഒരുക്കിയ തെരുവ് നാടകത്തിൽ ഭാർഗവനെ പ്രധാന കഥാപാത്രമാക്കി. അത് പല സ്ഥലത്തും അരങ്ങേറി, ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഒരു ദിവസം നാടകം നടക്കുമ്പോൾ കുറ്റം എന്താണെന്നറിയാമോ മാളോവരെ? ഇവൻ ആരെന്നറിയാമോ? അഭിനവ ഭാർഗവരാമൻ. പദവിയോ? ഈ ദേശത്തിന്റെ പടനായകൻ. തൊഴിലോ? കൈക്കൂലി, വ്യഭിചാരം, സ്വജനപക്ഷപാതം, സാധുക്കളെ ഹിംസിക്കുന്നതിലും ധ്വംസിക്കുന്നതിലും പ്രഗത്ഭൻ. അപ്പൊ ഇവനോ? ഇവന്റെ കിങ്കരൻ. ഒരു വിശുദ്ധന്റെ പേരാ ഇവന് തോമാച്ചൻ. സുന്ദരികളായ പെൺകുട്ടികളെ തേടിപ്പിടിച്ച് ഇവന് വേണ്ടി കൊടുക്കുന്നവൻ. ഇവരെ എന്ത് ചെയ്യണം മാളോരേ? ഇവരെ തുറങ്കിലടക്കണം, ഇവരെ കാട്ടവാറുകൊണ്ട് അടിക്കണം. ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ഇവരെ മൊട്ടയടിച്ച് തെരുവിലൂടെ നടത്തണം. ഇവരെ തുറങ്കിലടക്കണം. വണ്ടിന്ന് കൈതേറ്റ് വീണതാ. ആരെങ്കിലും പിടിച്ച് തള്ളിയതായിരിക്കും. ശരിയായിരിക്കും. ചുമ്മാ ഒരാൾ വീഴൂ. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് വർഷകാല മേഘങ്ങൾ എന്ന ചിത്രത്തിലൂടെ തന്റെ മികച്ച അഭിനയം കാഴ്ചവെച്ച് ജനഹൃദയങ്ങളിൽ മായാത്ത മുദ്ര പതിപ്പിച്ച കുമാരി അശ്വതിയെ ഞാൻ അത് സ്വീകരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു നിമിഷം സർ. എക്സ്ക്യൂസ് മീ. സഹൃദയരെ, നിങ്ങളോടൊരു വാക്ക്. വർഷകാല മേഘങ്ങളിലെ എൻ്റെ അഭിനയത്തിന് നിങ്ങൾ എനിക്ക് തന്ന അംഗീകാരത്തിൽ ഞാൻ കൃതജ്ഞതയുള്ളവളാണ്. പക്ഷേ ഞാനിന്ന് ദുഃഖിതയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്നെയും കലാരംഗത്തെയും ഒരുപോലെ വിട്ടുപിരിഞ്ഞ് രാജേന്ദ്രബാബു എന്ന സഹപ്രവർത്തകനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. സാമൂഹിക ജീവിതത്തിന്റെ പ്രതിഫലനമാണ് സാഹിത്യം. സമൂഹത്തിന് കടപ്പെട്ടവനാണ് കലാകാരൻ. താൻ രചിച്ച തന്റെ തെരുവ് നാടകങ്ങളുടെ സാമൂഹ്യ ദ്രോഹികളെയും ചൂഷകന്മാരെയും എതിർത്ത് രാജേന്ദ്രബാബു തന്റെ അമർഷം രേഖപ്പെടുത്തി. അതിൽ വെകിളി പൂണ്ട് അധികാരവർഗത്തിൽപ്പെട്ട ഒരു പകൽമാന്യൻ തന്ത്രപൂർവ്വം ഒരുക്കിയ കെണിയിൽ ബാബുവിന് തന്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു.
അതൊരു അപകട മരണമാണെന്ന് വരുത്തി തീർക്കാൻ അധികാരമുള്ളിടത്തോളം കാലം അവർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ബാബുവിനെ സ്നേഹിച്ച കലാകാരന്മാരുടെ പരാതികളും നിവേദനങ്ങളും വെറും മനരോധനങ്ങളായി അവശേഷിച്ചു. ആ കൊലപാതകത്തിന് ഇനിയും ഒരു തുമ്പുണ്ടാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴഞ്ചൊല്ല് ഇവിടെ പ്രസക്തമാവുകയാണ്. ഇനിയും കണ്ണു തുറക്കാൻ കൂട്ടാക്കാത്ത അധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിക്കാൻ മറ്റു മാർഗമില്ലാത്തതിനാൽ ഞാൻ എനിക്ക് ലഭിച്ച ഈ പുരസ്കാരം നിഷേധിച്ചുകൊണ്ട് എന്റെ അമർഷം രേഖപ്പെടുത്തുന്നു. ആ സംഭവം അതിനൊരു തുടക്കം കുറിച്ചു. ഭാർഗവനെതിരായി എതിർപ്പുകൾ പല ഭാഗത്തു നിന്നുമുണ്ടായി. അവസാനം അത് ഭാർഗവന്റെ രാജിയിൽ അവസാനിച്ചു. ഈ പ്രൊഡ്യൂസർ തോമസ് ഇപ്പൊ എവിടെ ഉണ്ട്? എനിക്കറിയില്ല സർ. ഞാൻ സിനിമയുമായി ബന്ധമില്ലാതായിട്ട് കുറെ കാലമായി. ഞങ്ങൾ വരട്ടെ? ഉം. വിക്രം, ഇവർ പറഞ്ഞ തോമസും അന്ന് ഭാർഗവന്റെ അവിടെ ഹോട്ടലിൽ താമസിച്ചിരുന്ന തോമസും ഒരാളായിരിക്കും? ആയിരിക്കാൻ വഴിയുണ്ട് സർ. Then we'll go straight to Hotel President. യെസ് സർ. ഹലോ സർ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓ, ഐ എം സോറി, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സാറെന്താ ഇവിടെ? വല്ല കോൺഫിഡൻസ് ഉണ്ടോ? നിങ്ങൾ എന്താ ഇവിടെ? ഔസേപ്പച്ചനും നാരായണൻ ഇവിടെ ഉണ്ട് സർ. ഔസേപ്പച്ചന്റെ പടത്തിന്റെ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് വെച്ചാണല്ലോ നടി അശ്വതി. ഔസേപ്പച്ചനെ മുറിയില്ല. 23 ആണ് സർ, 23. ഹലോ സർ, ഹൗ ആർ യു? I know, Bank of Tanjavur. I remember. താൻ കാരണം ഔസേപ്പച്ചൻ പടം പിടിക്കാൻ ഇറങ്ങിയതല്ലേ? No sir, never sir. It is that നാരായണൻ. അയാളാ പെട്ടെന്ന് കാശുണ്ടാക്കാന്ന് പറഞ്ഞ്. എന്നിട്ട് ഇപ്പൊ എത്ര പോയി കിട്ടി? ഒരുപാട് പോയി സർ. ആഹാ. ഔസേപ്പച്ചന്റെ സാറ് പറഞ്ഞ ജോലി. വി ആർ ഫ്രം ദ CBI. ആ രജിസ്റ്ററിംഗ് എടുക്കൂ. ഇവിടം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോഴ ഔസേപ്പച്ചൻ ഇവിടെ ഉള്ള കാര്യം അറിഞ്ഞത്. ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. വിഷമിക്കേണ്ട മിസ്റ്റർ നാരായണൻ, അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. ഓ, കോൺട്രാക്ട് ഒക്കെ നിർത്തി പടം പിടിപ്പ് തുടങ്ങി ഔസേപ്പച്ച? ഒന്നും പറയണ്ടെന്ന് സാറ്, കഷ്ടകാലമാ. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഔസേപ്പച്ചന്റെ കൂടപ്പുറപ്പാണല്ലോ. അശ്വതി മരിച്ച ദിവസം ഔസേപ്പച്ചൻ അശ്വതിയെ കണ്ടിരുന്നു? സാറാണോ ഈ കേസും? അതെ, കണ്ടിരുന്നോ? കണ്ടിരുന്നു. വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോ കുറച്ച് ക്യാഷ് കൊടുക്കാൻ പോയതാ. ആ, അപ്പോ നിങ്ങൾ കൊടുത്ത ക്യാഷാണ് അശ്വതിയുടെ പെട്ടിയിലുണ്ടായിരുന്നത് അല്ലേ? അത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ വല്ലതും അശ്വതി പറഞ്ഞിരുന്നോ? ഇല്ല സർ. മന്ത്രി ഭാർഗവൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അറിയില്ല സർ, ഞാൻ കണ്ടില്ല. മന്ത്രി ഭാർഗവൻ മിസ്റ്റർ നാരായണന്റെ കൂട്ടുകാരനല്ലേ? എന്നിട്ടും അയാൾ ഇവിടെ ഉണ്ടായിരുന്ന വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല സാർ. പണ്ടൊരിക്കൽ നിങ്ങൾ ഇതുപോലെ എന്നോട് കള്ളം പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? അയ്യോ, ഇതങ്ങനെ അല്ല സാർ. ഭാർഗവനെ ഞാനൊന്നും കണ്ടിട്ടേ ഇല്ല. മിസ്റ്റർ ഔസേപ്പച്ചൻ, ഞങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ നിങ്ങൾ രണ്ടുപേരും ഈ നഗരം വിട്ട് പുറത്തു പോകരുത്. എന്താ ചാക്കോ, തോമസിന്റെ പേരുണ്ടോ? ഇല്ല സർ, പക്ഷെ രജിസ്റ്ററിലും ബിൽ ബുക്കിലും ചില തിരിമറികൾ നടന്നിട്ടുണ്ട്. രജിസ്റ്ററിൽ 1 മിസ്റ്റർ സദാശിവൻ, ചിങ്ങവനം PO, കോട്ടയം, 2-ാം തീയതി റൂം നമ്പർ 32-ൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. 3-ാം തീയതി ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ബിൽ നമ്പർ 1503, ഡേറ്റഡ് 3/7/89. ഈ 1503-യുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയിൽ 1 മിസ്റ്റർ തോമസ്, കോൺട്രാക്ടർ, കോട്ടയം എന്നാണ് എഴുതിയിരിക്കുന്നത്. 2-ാം തീയതി ചെക്ക് ഇൻ ചെയ്തു, 3-ാം തീയതി ചെക്ക്ഔട്ട് ചെയ്തു, റൂം നമ്പർ 32.
അശ്വതി എന്നാ മരിച്ചത്? 3/7/89. ആർക്കോ വേണ്ടി ഇവൻ ലെഡ്ജർ ഷീറ്റിൽ കള്ളപ്പേരെഴുതി. അത് ബിൽ ബുക്കിൽ മാറ്റി എഴുതാൻ വിട്ടുപോയി. അതെങ്ങനെയാ മിസ്റ്റർ തിരിമറി സംഭവിച്ചത്? രജിസ്റ്ററിൽ സദാശിവനും ബില്ലിൽ തോമസുമായത് എങ്ങനെയാ? അത് അവർ രണ്ടുപേരുണ്ടായിരുന്നു സാർ. സദാശിവൻ രജിസ്റ്ററിൽ പേരെഴുതിയിരിക്കും, തോമസ് ബില്ല് പേ ചെയ്തിരിക്കും. അതെങ്ങനെ സാധിക്കും? രജിസ്റ്ററിലുള്ള സദാശിവന്റെ പേരിൽ തന്നെ ബില്ല് എഴുതണമെന്ന് റൂളില്ലേ? ഓ സാർ, ചിലപ്പോൾ ധൃതിയിൽ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് കള്ളം പറയുന്നത്. ലീവ് ഹിം ചാക്കോ. ഇവനെ കൊണ്ട് മണി പോലെ ഞാൻ പറയിപ്പിക്കാം സാർ. അല്ലാതെ നമുക്ക് പറയിപ്പിക്കാമല്ലോ. നിങ്ങളുടെ മുതലാളി ഇപ്പൊ എവിടെ ഉണ്ട്? ഊട്ടിയിൽ പോയിരിക്കുകയാണ് സാർ. എന്ന് വരും? നാളെ മറ്റന്നാളോ വരും. മുതലാളിയുടെ ഓഫീസിൽ വന്ന് ഈ ബുക്കൊക്കെ വാങ്ങിച്ചോണ്ട് പോകാൻ പറ. ശരി സാർ. സാർ, അശ്വതി മരിച്ച ദിവസം രാത്രി അവളുടെ കാമുകൻ പ്രൊഡ്യൂസർ മോഹൻ അവളെ കാണാൻ ചെന്നിരുന്നു. ഉം. ആ സാർ, ആ ടെലിഫോൺ ഓപ്പറേറ്ററെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ അയാൾ പറഞ്ഞു അശ്വതി മരിച്ച ദിവസം രാത്രി അശ്വതിക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നെന്ന്. ആരാ വിളിച്ചത്? സംസാരിക്കുന്നതിന് മുമ്പേ ഡിസ്കണക്ട് ആയി പോയെന്ന്. എവിടെന്നാ വിളിച്ചെന്നാ പറഞ്ഞ? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചെന്നാ ഓപ്പറേറ്റർ പറഞ്ഞു. അതെങ്ങനെ അയാൾക്ക് മനസ്സിലായി? സോറി സാർ, ഞാനും ചോദിച്ചില്ല. ഉം. ആ സ്ത്രീ പറഞ്ഞ തോമസും അന്ന് ഹോട്ടലുണ്ടാകുന്ന തോമസും ഒരാൾ തന്നെയാണോ? ആയിരിക്കാനാണ് സാധ്യത. ഏതായാലും ആ ആളെ കുറിച്ച് വിശദമായി അന്വേഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവളുടെ കാമുകൻ മോഹൻ അന്നവിടെ വന്നിരുന്നു എന്നത് വാസ്തവമാണോ? അതെ, വിക്രമും ചാക്കോയും ആ റിസപ്ഷനിസ്റ്റിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അയാൾ പറഞ്ഞതാണ്. ബൈ ദ ബൈ, വൈ ഡോണ്ട് വി ട്രൈ ഭാർഗവൻ സ്ട്രേറ്റ്? വേണ്ട സർ, അയാൾ പഠിച്ച കള്ളനാണ്, എല്ലാം ഡിനൈ ചെയ്യും. കൂടാതെ അയാൾക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതിന് ആസ് ഇറ്റ് ഈസ് നമ്മുടെ പക്കൽ തെളിവുകളൊന്നുമില്ല. പിന്നെ തോമസിനെ ആദ്യം ട്രൈ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. എക്സ്ക്യൂസ് മീ സാർ. സാർ, മോഹൻ വീട്ടിലില്ല, മദ്രാസിൽ പോയിരിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ വരും. വന്നാൽ ഉടൻ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. പിന്നെ ആ ജേർണലിസ്റ്റ് കുമാർ വന്നിരിക്കുന്നു. വന്നോ? ആ സർ. സേതു, ഡോണ്ട് തിങ്ക് അതർവൈസ്. ഐ എം ഓൺലി റിമെമ്പറിംഗ് യു. ഇനി 4 ദിവസം കൂടെ ഉള്ളൂ. എനിക്കറിയാം സർ. ആ കുമാർ, ആരായി പ്രൊഡ്യൂസർ തോമസ്? പണ്ട് രാജേന്ദ്ര ബാബുവിന് വെച്ചൊരു പടം തുടങ്ങി ഇടയ്ക്ക് വെച്ച് നിന്നുപോയില്ലേ, ആ ആള് തന്നെ. ആ ഞാൻ ഓർക്കുന്നു, അതിൽ അശ്വതിയും അഭിനയിച്ചിരുന്നു. ആ അതന്നെ. ഈ തോമസിനെ കുമാർ അറിയോ? ഞാൻ ഓർക്കുന്നില്ല സാർ. വേണമെങ്കിൽ പ്രസി പോയി അയാളുടെ ഫോട്ടോഗ്രാഫോ അഡ്രസ്സോ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വിവരം അറിയിക്കാം. എങ്കിൽ ഉടനെ വേണം. വിക്രം നിങ്ങളുടെ കൂടെ വരും പ്ലീസ്. വിക്രം. സാർ. സാർ. എന്താ കുമാർ? സാർ, എന്റെ എഡിറ്റർ കുറച്ചുനാൾ മുമ്പ് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. ഫിലിം ന്യൂസിൽ വിശ്വത്തെ പറ്റിയുള്ള ലേഖനം വന്നതിന് ശേഷം ഒരാൾ വിളിച്ചു ചോദിച്ചു, അശ്വതിയുടെ അടുത്ത ലേഖനം ഒരു പ്രൊഡ്യൂസർ തോമസിനെ കുറിച്ചാണോ? പക്ഷേ വിളിച്ചാളിന്റെ പേരൊന്നും പറഞ്ഞില്ല. എനിവേ, തോമസിന്റെ അഡ്രസ്സോ ഫോട്ടോയോ കിട്ടുമെന്ന് ശ്രമിച്ചു നോക്ക്. യെസ് സർ. ചാക്കോ സർ. ഇൻ ദ മീൻ ടൈം വി വിൽ ഡു വൺ തിങ്. അലക്സ് പറഞ്ഞ ആ ഹോട്ടൽ സീലാൻഡില്ലേ, പോലീസ് സ്റ്റോക്ക് പോയില്ലേ, ആ ഹോട്ടൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. സർ. യവനൊക്കെ എവിടുന്ന് വലിഞ്ഞേറി വരുന്നതാ? വിശ്വം മുതലാളി നീതി പാലിക്കുക. ചാക്കോ സർ. അകത്തുള്ളവരെക്കാൾ നമുക്ക് നല്ലത് പുറത്തുള്ളവരാ. സമരം, പക്ഷേ ബുദ്ധിപൂർവം വേണം. ഒരു സംശയത്തിനും ഇട കൊടുക്കരുത്. ശരി സർ. Then proceed. സർ. എനിക്കറിയാം. 96 ദിവസമായോ, ഇതുവരെ ഒത്തീർപ്പായില്ലേ? എന്ത് ചെയ്യാനാ സാറേ,
ഇതുവരെ നടന്ന എല്ലാ ചർച്ചയും ഓരോ കാരണം പറഞ്ഞ് അലസിപ്പിരിഞ്ഞു. അടുത്ത ആഴ്ചയുണ്ട് ഒരെണ്ണം. സാർ ഏതാ? എന്നെ സാറൊന്നും വിളിക്കണ്ട, ഞാനും നിങ്ങളെപ്പോലൊരു തൊഴിലാളി തന്നെ, ഡ്രൈവറാ. ഇതുപോലെ ഒരുപാട് പാട്ടപ്പിരിവ് ഞാനും നടത്തിയിട്ടുണ്ട്. ആശാനൊരു വിടിഞ്ഞെന്ന്. നാ, ഇവിടെ എന്തിനാ വന്നത്? മുതലാളി ഒരാളെ കാണാൻ വന്ന. അല്ല, ഇതാരുടെ ഹോട്ടലാ? ഉടമസ്ഥനൊക്കെ കേമൻ തന്നെ, വിശ്വം സൂപ്പർ സ്റ്റാർ. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? കണ്ണി ചോരയില്ലാത്ത ദുഷ്ടൻ. എത്ര ദിവസങ്ങളായി 5-6 കുടുംബങ്ങൾ പട്ടിണി കിടക്കുന്നു. ഓഹോ, അങ്ങനെയാണോ? പക്ഷെ നാട്ടുകാരുടെ വിചാരം വിശ്വൻ നല്ലവനും വലിയ ധർമ്മിഷ്ഠനും ഒക്കെ ആണെന്നാ. അങ്ങനെയൊക്കെയാ നാട്ടുകാരുടെ വിചാരം. വിശ്വൻ സാർ നാട്ടിൽ വന്ന ഹോട്ടലിൽ തന്നെ ആയിരിക്കും താമസം അല്ലേ? സ്വന്തം ഹോട്ടൽ ഉള്ളപ്പോ പിന്നെ എവിടെ പോവാനാ? റൂം നമ്പർ 33, സൂട്ട് റൂം. അങ്ങേർക്ക് വേണ്ടി മാത്രം ഉള്ളതാ. ഏതോ പത്രത്തിൽ എന്തോ വാർത്ത വന്നതിനെ തുടർന്ന് അയാളുടെ വിവാഹം മുടങ്ങിയെന്ന് കേട്ടു. ആ മാസിക വന്നിരിക്കുന്നത് മുഴുവനും ശരിയാ. എത്ര പ്രാവശ്യം ആ നടി രേഖയും കൊണ്ട് വേറെ പണിയിലിടൂ. അവിടുന്ന് ആ നടി രേഖയും കൊണ്ടോടെ വന്നിരിക്കുന്നറിയാവോ? അപ്പൊ നാട്ടുകാരും പത്രക്കാരും ഒക്കെ പറയുന്നത് ശരിയായിരിക്കൂ. ആ നടി അശ്വതിയുടെ മരണത്തിന് പിന്നിലും അയാൾ തന്നെ ആയിരിക്കും അല്ലേ? പിന്നെ അതിന് എന്താ ഇത്ര സംശയം? അവൻ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും അല്ലേ ഏട്ടാ? എന്തിനാ ശേഷി ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ പറയുന്നത്? അല്ല, ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? അയാൾ അത് ചെയ്തില്ലെങ്കിൽ ആ പോലീസ് പട്ടി അന്നെന്തിനാ മണപ്പിച്ച് ഇവിടെ വന്നത്? ആ DYSP ദേവദാസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതെന്തിനാ? ആ ബാബു എത്ര പ്രാവശ്യം മുതലാളി കാണാൻ അവിടെ വന്നെന്നറിയുമോ? ഏത് ബാബു? ആ കേടി ബാബുവാണോ? ആ, അവൻ തന്നെ. കൊല്ലന്റെ മകൻ, ദേശത്ത് താമസിക്കുന്നവൻ. ഇതൊന്നും ആർക്കും അറിയത്തില്ലെന്നാ മുതലാളിയുടെ വിചാരം. ശരിയാ, ഞാനും കേട്ടു. പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ നാട്ടിൽ കാശുണ്ടെങ്കിൽ എന്ത് നടക്കും. ഞാൻ വരട്ടെ. ശരിയേട്ടാ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. തിലാൻഡ് ഹോട്ടൽ മാനേജർ നീതി പാലിക്കുക. ആ ഡ്രൈവർ എന്ന് പറഞ്ഞല്ലേ ആ സാറിന്റെ മുമ്പിൽ ഇരിക്കുന്നത്? നീതി പാലിക്കുക. തിരിച്ചെടുക്കുക. അപ്പോ ബാബുവിനെ ചാക്കോയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ അവൻ പോലീസ് ലിസ്റ്റിൽ കേടിയാ, പല കേസിലും പ്രതിയാ. ഇവരെവിടെയാണെന്നാ തോന്നുന്നു. സാറും നിർത്തിക്ക്. ഞാൻ ആ കടയിലൊന്ന് ചോദിച്ചിട്ട് വരാം. ചേട്ടാ, ആ ബാബു കൊല്ലന്റെ മകൻ ഇവിടെ എവിടെയല്ലേ താമസിക്കുന്നത്? ദേ ആ വീട്ടിലായിരുന്നു താമസം. പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല. പിന്നെ എവിടെ പോയി? 5-6 ദിവസം മുമ്പ് വീട് ഒഴിഞ്ഞ് പോയി. എങ്ങോട്ടാ മാറിയേ? ആർക്കറിയാം അവന്റെ കാര്യം? അവൻ 2-3 ദിവസം മുമ്പ് വീടൊഴിഞ്ഞു പോയി. എങ്ങോട്ട്? അവർക്ക് അറിഞ്ഞുകൂടന്നു. ഛേ, കഷ്ടമായി പോയി. സാരമില്ല ചാക്കോ, നമുക്ക് കണ്ടുപിടിക്കാനേ. May I come in, sir? Yes. സാർ ഈ വഴിക്ക് ഇരിക്ക്. രാവിലെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയേക്കാമെന്ന് കരുതി. കളർ TV, അക്കായി VCP, നാഷണൽ ടേപ്പ് റെക്കോർഡർ, ശിവാസ് റീഗൽ വിസ്കി, ഫോറിൻ പൗഡർ, ഫോറിൻ ബ്രാൻഡി, ജോൺ പ്ലേയേഴ്സ് സിഗരറ്റ്. മനസ്സിലായി. ബ്ലാക്ക് ലേബൽ സ്കോച്ച് വേറെയും. അനിയൻ സ്കോച്ചേ കഴിക്കുള്ളൂ. അയ്യോ, ഇതെല്ലാം കൂടി വാങ്ങിക്കാൻ എന്ത് വില കൊടുക്കേണ്ടി വരും? അത് ഒരു 10-20,000 രൂപയെങ്കിലും ആവില്ലേ? ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആയ അനിയന് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ എവിടുന്ന് കിട്ടി ഈ കാശ്? ഇനി സാമ്പത്തികമായി ഭേദപ്പെട്ട കുടുംബത്തിലെ അംഗമാണോ എന്ന് അന്വേഷിച്ചപ്പം അതല്ല താനും. എന്റെ ചേട്ടൻ UAE യിലാണ് സാർ. യുഎയിൽ എവിടെയാ? മസ്കറ്റില്. യുഎയിലാണോടോ മസ്കറ്റ്? സോറി, തെറ്റിയതാ. കുവൈറ്റില്. കുവൈറ്റാണോടോ മസ്കറ്റ്? മസ്ക. തിരുവനന്തപുരത്ത് ഒരു മസ്കറ്റ് ഉണ്ട്. അത് ഹോട്ടലാ. സത്യം പറയണോ, അല്ലെങ്കിൽ കാര്യങ്ങൾ ചക്ക കുഴയുന്ന പോലെ കുഴയും. എവിടെ കിട്ടിയോടോ കാശ്? എന്നെ ഒന്നും ചെയ്യരുത് സാർ. സാറിന് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യാം. അങ്ങനെയാണോ? ഇതെല്ലാം മേടിച്ചപ്പോ കിട്ടിയ പാക്കറ്റുകളുണ്ടോ? ഉണ്ട് സാർ. ഇതെല്ലാം എടുത്ത് ഭദ്രമായിട്ട് പാക്ക് ചെയ്യും. എന്തിനാ സാർ? നമുക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാം. വാ. പറയടാ, സത്യം പറയടാ, എവിടെ നടാ ഇതൊക്കെ മോഷണം? ഞാൻ മോഷ്ടിച്ചിട്ടില്ല.
നീ മോഷ്ടിച്ചില്ല അല്ലേ? ഇല്ല, പറയടാ. ഞാൻ വാങ്ങിച്ചതാ. വാങ്ങിക്കാൻ എവിടെ നിന്നിട്ടാ പൈസ? എന്റെ കൂട്ടുകാരൻ തന്നതാ. കൂട്ടുകാരൻ തന്നോ? ഏത് കൂട്ടുകാരനാടാ യാതൊരു കാര്യമില്ല 10,000 രൂപ നിനക്ക് തരുന്നത്? ആരാടാ ലക്ഷപ്രഭു? പറയണം. സാർ, ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. ഞാൻ ഇവനെ കൊണ്ട് സത്യം പറയിക്കാം. ഉം. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പറയണം, സത്യം പറയണം. എവിടെ നിന്നിട്ടാ കാശ്? എന്റെ കൂട്ടുകാരൻ തന്നതാ. മര്യാദയ്ക്ക് പറയണം. എന്റെ കൂട്ടുകാരൻ തന്നതാ. കൂട്ടുകാരൻ അയ്യോ. ചാക്കോ മതി. സൂര്യൻ, എന്തായിരുന്നാലും ഞങ്ങളോട് സത്യം പറഞ്ഞാൽ തനിക്കൊന്നും സംഭവിക്കില്ല. തനിക്കിതൊക്കെ വാങ്ങിക്കാൻ കാശ് എവിടുന്നാ കിട്ടിയത്? പറ. അവൻ അങ്ങനെയൊന്നും പറയില്ല സാർ. പറയില്ലേ? എന്നാ ചാക്കോ തന്നെ ചോദിക്കും, അതാ നല്ലത്. സാർ, ഞാൻ പറയാം. ശരി, പറഞ്ഞോളൂ. കമോൺ. പൈസ ആരാ തന്നത്? ബാബു തന്നു. ഏത് ബാബു? കൊല്ലന്റെ മകൻ ബാബു. എന്തിനാ കാശ് തന്നത്? അശ്വതി മരിച്ച ദിവസം ബാബുവിനെ ഹോട്ടലിൽ വെച്ച് ഞാൻ കണ്ടു. ഉം. അതാരോടും പറയാതിരിക്കുന്നതിന്. വ്യക്തമായിട്ടില്ല, ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞേ. അശ്വതി മരിച്ച ദിവസം രാത്രി ബാബു, നീ എന്താ ഈ സമയത്ത് ഇവിടെ? ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്ന സംസാരിച്ചിരുന്ന സമയം പോയി. ആരാടാ സുഹൃത്ത്? അത് നീ അറിയത്തില്ല സൂര്യ. ഞാൻ വരട്ടെ. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് ബാബു എന്നെ കാണാൻ വന്നു. ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ. ഉം. എന്നിട്ട് ബാബു വരൂ. എന്താ ബാബു? 2 ദിവസം മുമ്പ് നമ്മൾ ഹോട്ടലിൽ വെച്ച് കണ്ടു. പക്ഷെ ഞാനിപ്പോ പറയുന്നു, നമ്മൾ തമ്മിൽ കണ്ടിട്ടേയില്ലെന്ന്. മനസ്സിലായോ? മനസ്സിലാവണ ബാബു, നീ എന്നെ ഹോട്ടലിൽ വെച്ച് കണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ കൊന്നുകളെ നിന്നെ. പറയോടാ. ഇല്ല. ആ, നീ വന്നേ. വെറുതെ വേണ്ട. ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബാബു, നീയാണ് അശ്വതിയെ. ബാബു പിന്നെയും കാശ് തന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ചത്. ഈ ബാബു ഇപ്പൊ എവിടെ ഉണ്ട്? അറിയില്ല സാർ. അറിയില്ല. ചാക്കോ, നിങ്ങൾ എവിടെ വെച്ചാ കാണാറ് പതിവ്? പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. പകൽ മുഴുവൻ ബാബു എവിടെയെങ്കിലും കറങ്ങി നടക്കും. ആ. രാത്രി അരയന്മാരുടെ കോളനിയിലുള്ള ഭാര്യ വീട്ടിൽ കിടക്കും. 1-2 പ്രാവശ്യം അവിടെ വെച്ചാ ഞാൻ ബാബുവിനെ കണ്ടത്. വിക്രം. സർ. ഇനി ഞാൻ പൊക്കോട്ടെ സാർ. നിന്നെ വിടാവടാ. പോയി അവിടെ. വിക്രം, സൂര്യൻ പറഞ്ഞ സ്ഥലം വിക്രമിന് അറിയോ? സോറി സാർ, എനിക്കറിയില്ല സാർ. ചാക്കോക്ക് അറിയാമോ സൂര്യൻ പറഞ്ഞ സ്ഥലം? അറിയാം സാർ, പക്ഷെ അത് വല്ലാത്ത സ്ഥലമാണ്. പെട്ടെന്ന് നമുക്ക് അവനെ അവിടെ ഇറക്കിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ചാക്കോ ഒരു കാര്യം ചെയ്യും, അതിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ചെന്ന് പോലീസ് ലൈസൻസ് വേണമെന്ന് പറയൂ. ഇഫ് നെസസറി യു കൻ ഗീവ് ദം എ റിട്ടൺ റിക്വസ്റ്റ്. അതിന്റെ ആവശ്യമില്ല സാർ, അവിടുത്തെ SI എനിക്കറിയാം. പിന്നെ പ്രശ്നമില്ല, യു കൻ പ്രൊസീഡ്. ഓക്കെ സാർ. വിക്രം, സർ. ഇവനെ കസ്റ്റഡിയിലെടുത്ത വിവരം പുറത്തറിയണ്ട. സർ. അവനെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റി വെക്കും. യെസ് സർ. Thank you.